സംഭവം ഉണ്ടായത് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. റാന്നി കോടതിയിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ സംഭവം ഉണ്ടായത് 17/6/2019 മുതൽ 27/9/2025 വരെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 25 വർഷത്തിൽ 9-ാം മാസം 27-ാം തീയതി വരെയാണ് ഈ കളവുകൾ നടന്നത് എന്ന് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. ദേവസ്വം ബോർഡ് അധികാരികളും ഇതിന് ഉത്തരവാദികളാണെന്ന് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, പോറ്റിയോടൊപ്പം ഇതിൽ ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. ഗൂഢാലോചനയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. ഗൂഢാലോചന ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാവുന്നതല്ല, അതിന് കൂടുതൽ ആളുകൾ പങ്കാളികളാണ്. ബോർഡിൻ്റെ അനുവാദമുണ്ട്, മറ്റുദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തമുണ്ട്. അവരെയെല്ലാം നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം, അവരെയെല്ലാം അറസ്റ്റ് ചെയ്യണം, ചോദ്യം ചെയ്യണം. അതെല്ലാം ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ യഥാർത്ഥ സ്വർണം എവിടെ കൊണ്ടുപോയി, ആർക്ക് വിറ്റു, എത്ര പണം സമ്പാദിച്ചു, അതിപ്പോൾ എവിടെയെന്ന് റിക്കവറി നടത്തി അത് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കി കോടതിയുടെ അനുമതിയോടെ അത് ശബരിമല ക്ഷേത്രത്തിന് തിരികെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വവും പോലീസിന് ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും നഷ്ടപ്പെട്ട സ്വർണം തിരികെടുക്കുകയും അത് കോടതിയിൽ ഹാജരാക്കി ഇതിൻ്റെ ഉടമസ്ഥ അവകാശികളായ ശബരിമല ദേവസ്വം ബോർഡിന് ഭക്തജനങ്ങൾക്ക് അതിൽ വിശ്വാസമർപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ നടത്തി അത് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നത് വരെയും ഈ വിഷയം സജീവമായിട്ട് വിശ്വാസികളിലും ജനങ്ങളിലും വളരെ സജീവമായിട്ടും ശക്തമായിട്ട് നിലനിൽക്കും. വളരെ വ്യക്തമല്ലേ? അതാണ് ഞാൻ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ പീരീഡ് വായിച്ചത്. ഏത് കാലത്താണ് സംഭവം ഉണ്ടായത്? അപ് ടു 25th ഈ വർഷം, കഴിഞ്ഞ മാസം 27-ാം തീയതി വരെ, 2 ആഴ്ച മുമ്പ് വരെ ഈ സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റിനും ദേവസ്വം ബോർഡിനും കൃത്യമായ ഉത്തരവാദിത്വം, വ്യക്തമായ പങ്കാളിത്തം ഉണ്ടെന്നാണ്. അത് ഞങ്ങൾ നാളത്തോടുകൂടി ഇപ്പോൾ ഈ സമരം നാളെ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം അടുത്ത ആക്ഷൻ പ്ലാനിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. ഞാൻ ഇന്ന് നേരത്തെ തിരുവനന്തപുരത്ത് പത്രക്കാരെ കണ്ടിരുന്നു. കോൺഗ്രസ് പാർട്ടി ഒരു വലിയ ജനപങ്കാളിത്തമുള്ള പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണ്. ആ പാർട്ടിയിൽ സമ്പന്നമായ ശക്തമായ നേതൃത്വ നിര തന്നെയുണ്ട്. അവരുടെ എല്ലാം സേവനങ്ങൾ പാർട്ടിക്ക് ആവശ്യമാണ്. ശക്തമായ 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് കോൺഗ്രസ് കേരളത്തിൽ കടക്കുകയാണ്, UDF കടക്കുകയാണ്. അതിന് തയ്യാറെടുക്കുന്ന നല്ല ഒരു സംവിധാനമാണ് സംഘടനാ സംവിധാനം. അതിനുള്ള കരുത്തുറ്റ ഒരു നേതൃത്വത്തെയാണ് ഇന്ന് നിയോഗിച്ചിട്ടുള്ളത്. നാളെ അദ്ദേഹം എത്തുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നത്തെ എറണാകുളത്താവളെന്ന് എന്നോട് പറഞ്ഞു. നാളെ വരുമെന്നാണ്. വരും, സ്വാഭാവികമായിട്ടും വരും. ഇതിപ്പോൾ ഇവിടെ സ്ഥലത്തില്ല, നിങ്ങളും കൂടെ അന്വേഷിക്കുക. വലിയ അതിർത്തിയില്ല, ആർക്കുമില്ല. വലിയ അതിർത്തി ആർക്കുമില്ല. വലിയ അതിർത്തിക്ക് കാരണമില്ല. നിങ്ങളെ ചോദ്യത്തിനല്ലേ ഉത്തരം. എല്ലാവർക്കും പൂർണ്ണ തൃപ്തിയിൽ കാര്യങ്ങൾ എത്തിക്കും. എവരിബഡി വിൽ ബി സാറ്റിസ്ഫൈഡ്. ഈ സെക്രട്ടറിമാരുടെ ലിസ്റ്റ് ഉടനെ ഉണ്ടാവുമോ? വെയിറ്റ് ആൻഡ് സീ. എല്ലാവരും, മുഴുവൻ പേര് പരിഗണിക്കും. ആരെയും അവഗണിക്കില്ല.